ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായി സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഞാനിവിടെ നന്നായിട്ട് തന്നെ ഇരിക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, PSC അഫർമേഷൻ പറഞ്ഞുതരുമെന്ന് വെച്ചിട്ട്. PSC അഫർമേഷനൊക്കെ പറഞ്ഞു തരാൻ മാത്രം ഞാൻ ആരുമില്ല, ഒന്നുമില്ല. പക്ഷെ ഞാൻ അഫർമേഷൻസും പിന്നെ വിഷ്വലൈസേഷനും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്ത് വരുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്കറിയാം എന്താണ് അഫർമേഷൻ എന്നും എങ്ങനെയാണിത് ചെയ്യേണ്ടതെന്നും ഇതെങ്ങനെ വർക്കാവുന്നുള്ളതും അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു സീക്രട്ട് എന്താണെന്നൊക്കെ എനിക്കറിയാം. PSC അഫർമേഷൻ പറഞ്ഞിട്ടെന്ന് ചോദിച്ചപ്പോൾ കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായെങ്കിലും ഞാൻ ആദ്യം നിങ്ങൾക്ക് PSC അഫർമേഷൻ ഒന്നും പറഞ്ഞിരുന്നില്ല. പക്ഷേ കുറച്ച് അഫർമേഷൻസ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. നോർമലി നമ്മൾ നന്ദി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങൾ. അതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം. നമ്മൾ 21 ദിവസമാണ് എന്തും പ്രാക്ടീസ് ചെയ്യാനായിട്ട് എല്ലാവരും പറയാറ്. അതായത് ഞാൻ പണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കേട്ടിട്ടുണ്ടായിരുന്നു, 21 ദിവസം നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യൂ, 21 ദിവസം നിങ്ങളിത് ഫോളോ ചെയ്യുന്നൊക്കെ. അപ്പോൾ അന്ന് എനിക്കറിയില്ലായിരുന്നു എന്താണത് 21 ദിവസത്തെ കണക്ക് പറയുന്നുള്ളത്. അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ പിന്നീടാണ് എനിക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായത്. നമ്മൾ ഒരു കാര്യം ഒരാഴ്ച 2 ആഴ്ചയൊക്കെ നമ്മൾ ഫോളോ ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈഫിൻ്റെ ഒരു ബേസിക് റൂട്ടീനായിട്ട് അത് മാറുന്നത്. അങ്ങനെ തന്നെയാണ് ഈ ഒരു കാര്യത്തിൻ്റെ ഇതും അങ്ങനെ തന്നെ ഒരു എന്താ പറയുക, ഒരു ബേസിക് ആയിട്ടൊരു റൂട്ടീൻ തന്നെയാണ് ഇതെന്ന് പറയാനായിട്ടുള്ളത്. പിന്നെ എന്തും നമ്മൾ കുറച്ചധികം ചെയ്താലല്ലേ നമുക്ക് എന്താ അത് വീണ്ടും ചെയ്യണോ, അയ്യോ ഞാൻ ഇത്ര ദിവസം അത് ചെയ്തതല്ലേ, അപ്പോൾ എനിക്കിനി അത് ചെയ്യണമല്ലോ എന്നൊരു തോന്നൽ നമുക്ക് വരുന്നത്. മാത്രമല്ല നമ്മളിത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമ്മളുടെ എന്താ പറയുക, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിങ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പം 21 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എന്താണെങ്കിലും, ഏത് ടൈപ്പ് അഫർമേഷൻ ആണെങ്കിലും ചെയ്യുക, പറയുകയാണെങ്കിൽ പറയുക, ബിലീവ് ചെയ്യുക, ഫീൽ ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്യുക. എന്നാലും അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരു ദിവസം 2 ദിവസം നോക്കിയിട്ട് ഇതൊന്നും ശരിയാവണില്ല, വർക്കാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇത് എത്ര ഡിലേ ആവുന്നു, നമ്മളുടെ മനസ്സനുസരിച്ചാണ് ഇത് ഡിലേ ആവാനായിട്ടുള്ള കാരണം. നമ്മളിതിങ്ങനെ വിചാരിക്കുമ്പോഴും വേറെ സൈഡിൽ കൂടെ നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചാലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താലും അതിനനുസരിച്ച് നമ്മുടെ ബോഡിയായാലും നമ്മുടെ മനസ്സായാലും ചെയ്യുള്ളൂ. അത് നമ്മളുടെ ഉള്ളിലുള്ള സോളിനുണ്ടല്ലോ, നമ്മൾ എന്താ ചെയ്യുന്നത് അതാണ് അവർ ചെയ്യുന്നത്. അല്ലാതെ നമ്മളുടെ മനസ്സാണ് നമ്മൾ മാറ്റിയെടുക്കേണ്ടതല്ല. അവർക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്, അവർ നമുക്ക് തെറ്റിദ്ധരിച്ചിട്ടില്ല. നമ്മളെ മാറ്റത്തിനനുസരിച്ചാണ് അവർ ആ റൂട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ തന്നെ എഫേർട്ട് ഇട്ട് ഒന്ന് കാമായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് ഒരു അഫർമേഷൻ, എന്തെങ്കിലും ഒരു അഫർമേഷൻ ആദ്യം ഒന്ന് പറഞ്ഞു നോക്കുക. പിന്നീട് അത് പതുക്കെ സെറ്റായിക്കോളും. പിന്നെ PSC അഫർമേഷനൊക്കെ പറഞ്ഞുതരുമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്തോ പോലെയായി. അതെൻ്റെ വീഡിയോ കണ്ട് അങ്ങനെ ചോദിച്ചല്ലോ, അതന്നെ വലിയ കാര്യം. കാരണം ഇതാണെങ്കിലും എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയാലും ഇന്നത്തെ കാലത്ത് ഗൂഗിളിലും യൂട്യൂബിലും എവിടെ നോക്കിയാലും കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്തായാലും നമ്മൾ ഇതിന് പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. എന്ത് കാര്യം നമുക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വർക്ക് ചെയ്യും കൂടി വേണം. അപ്പോൾ നമ്മൾ നന്നായി പഠിക്കാനുള്ള കാര്യത്തിനും ജോലിക്ക് വേണ്ടിയിട്ടാണെങ്കിലും ജോലിക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും, നമ്മൾ റെസ്യൂം അപ്ഡേറ്റ് ചെയ്യും, നമ്മൾ കുറച്ച് സ്കിൽസ് ഉണ്ടാക്കാൻ നോക്കും, കുറച്ച് കണക്ഷൻസ് ഉണ്ടാക്കാൻ നോക്കും. അതൊക്കെ നമ്മൾ ചെയ്യല്ലോ. വെറുതെ കിടന്ന് എനിക്ക് ജോലി കിട്ടുന്നതിന് വേണ്ടി അഫേം ചെയ്തിട്ടൊന്നും കാര്യമില്ലല്ലോ. അതുപോലെ തന്നെയാണ് പഠിക്കുന്നതിനെ കുറിച്ച് അഫേം ചെയ്യാന്ന് പറയുന്നത്. അപ്പം എന്തും നിങ്ങൾ 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ മൈൻഡിൽ അതങ്ങോട്ട് പതിഞ്ഞ് സെറ്റായി ആ റൂട്ടീനില്ലാതെ നമുക്ക് പിന്നെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. പക്ഷെ എൻ്റെ ഒരു കേസിൽ ഞാനൊന്ന് 21 ദിവസം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പണ്ടൊക്കെ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്യുമായിരുന്നു. പക്ഷേ ഞാൻ വീണ്ടും നെഗറ്റീവായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു ടൈപ്പ് ആളായിരുന്നു. ഇപ്പോഴും ഞാൻ നെഗറ്റീവ് അടിക്കാറുണ്ട്. ചില സിറ്റുവേഷനിൽ 4 ആൾ എൻ്റെ അടുത്ത് ഒരു നല്ലൊരു മോട്ടിവേഷൻ തന്നു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് മാറും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആരും വേണ്ട, നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുക, നമുക്ക് ആരും ഒപ്പീനിയൻ വേണ്ടെന്നൊക്കെ. എങ്കിൽ പോലും ചില സിറ്റുവേഷനിൽ എനിക്കറിയാത്ത ചിലപ്പോൾ ഞാൻ ഇന്നലെ പരിചയപ്പെട്ട ആളായിരിക്കും പെട്ടെന്ന് വന്നിട്ട് 2 ഡയലോഗ് അടിക്കുന്നത്. നീ എന്താണ് ഇങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ ഒന്ന് മാറ്റി ചിന്തിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് പറയുന്നത്, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത്. നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് മാത്രമേ നടക്കുന്നുള്ളൂ. അല്ലാതെ നമ്മൾ ചെയ്തൊന്നും ശരിയാവുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. നമ്മളത് എങ്ങനെയാണോ പോകുന്നത് അതുപോലെയാണ് നമ്മുടെ ലൈഫിൽ ഇത് നടക്കുന്നത്. എന്നാലും ഞാൻ കുറച്ച് അഫർമേഷൻസ് എഴുതി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഒന്ന് വായിക്കാം, നിങ്ങൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം കേട്ടോ. ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ് ആണ്. ഇത് പ്രാക്ടീസ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ രാവിലെയും രാത്രിയാണ് പ്രാക്ടീസ് ചെയ്യാൻ നല്ല സമയം.
നിങ്ങൾ ഇപ്പോൾ ഉച്ചയ്ക്ക് നല്ലൊരു പീസ്ഫുൾ മൂഡിൽ ഇരിക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം. പക്ഷേ എപ്പോഴും നല്ലത് രാവിലെയും രാത്രി ആയിരിക്കും. ഇപ്പോൾ രാവിലെ നിങ്ങൾ ഓട്ടപ്രദക്ഷിണാണ്, അല്ലെങ്കിൽ ഓടി ഓഫീസിൽ പോകുന്ന ആളാണ്, അല്ലെങ്കിൽ ഓടി സ്കൂളിലും കോളേജിലും പോകുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ കിടക്കുന്നതിന് മുന്നേ രാത്രി നിങ്ങൾ ഇത് അഫേം ചെയ്യാം. അപ്പോൾ ഞാൻ ബേസിക് ആയിട്ടുള്ളൊരു അഫർമേഷനാണ് കേട്ടോ. ഞാനൊക്കെ തുടക്കത്തിൽ ഇങ്ങനെ ഈ അഫർമേഷനൊക്കെ ഒന്ന് പറയാറുണ്ടായിരുന്നു. ഞാനതൊന്ന് വായിക്കാം. ഞാൻ ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല, സിമ്പിളായിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. ഫസ്റ്റ് പോയിന്റ്, താങ്ക് യു ഫോർ ദിസ് ന്യൂ ഡേ. ഇങ്ങനൊരു നല്ല ദിവസം എനിക്ക് തന്നതിന് നന്ദി എന്നല്ല ഉദ്ദേശിച്ചത്, അത്ര തന്നെ പറയാം. ഇത്രയും ഒരു നല്ല ദിവസം എനിക്ക് തന്നതിന് നന്ദി എന്ന് പറയുമ്പോൾ അതിനൊരു ഫീല്, ആ ഒരു ഫീല് വേറെ തന്നെയല്ലോ. അല്ലെങ്കിൽ എന്ത് പൊട്ട ദിവസം, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം വേണ്ട, വീണ്ടും രാവിലെയായി, വീണ്ടും സൂര്യൻ ഉദിച്ചു എന്നൊക്കെ പറയുന്നേക്കാൾ നല്ലത് ഇത്രയും നല്ലൊരു ദിവസം എനിക്ക് തന്നതിന് നന്ദി എന്ന് പറയുന്നതല്ലേ. അതാണ് ഒന്നാമത്തെ പോയിന്റ്. പിന്നെ മൈ ലൈഫ് ഈസ് ഫുൾ ഓഫ് ബ്ലെസ്സിങ്സ്. മൂന്നാമത്തെ പോയിന്റ്, ഐ ആം താങ്ക്ഫുൾ ഫോർ ഓൾ മൈ ഓപ്പർച്യൂണിറ്റീസ്. I am grateful for my health, wealth and happiness. I give thanks for all I have and receive. I am grateful for all my abundance. I am thankful for the gift of my life. I believe in the power of gratitude. I am grateful for the beauty that surrounds me in the world. Every moment is an opportunity to be thankful. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? 10 എണ്ണം കേട്ടോ. 10 അഫർമേഷൻസ് ആണിത്. ഇതല്ലാതെ 1000 അഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾ എൻ്റെ അടുത്ത് അഫർമേഷൻ ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. 21 ദിവസം നല്ല രീതിക്ക് തന്നെ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അടിപൊളിയായിരിക്കും ലൈഫ്. നിങ്ങളൊന്ന് മാറി ചിന്തിച്ച് നോക്കുക. ഇപ്പം സ്ട്രെസ്സായിട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഒന്ന് മാറി ചിന്തിച്ച് നോക്കുക. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ അടുത്തടുത്ത വീഡിയോസിൽ ഇടാം കേട്ടോ. കാരണം എല്ലാം കൂടി ഒരു വീഡിയോസിൽ ഇങ്ങനെ പറയുമ്പോണ്ടല്ലോ അത് ആകെ ഒന്ന് കൂട്ടിക്കുറഞ്ഞു പോകും. ഞാൻ ശരിക്കും പറഞ്ഞാൽ 21 ഡേയ്സ് അഫേം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണം, പ്ലസ് സെപ്പറേറ്റ് അഫർമേഷൻസ് എന്താണെന്ന് പറഞ്ഞ് ഒരു വീഡിയോ ചെയ്യണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതിൽ ഞാൻ രണ്ടും കൂടി മിക്സാക്കി. കാരണം അങ്ങനെ പറയുമ്പോൾ അത് ശരിയാവില്ല എന്നൊരു തോന്നൽ വന്നിട്ടാണ് രണ്ടും കൂടി മിക്സാക്കി പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചെയ്താൽ മതിയായിരുന്നു എന്ന് തോന്നി. പക്ഷേ ഇതാണ് ബെസ്റ്റ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ കണക്ട് ചെയ്തിട്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ഇതാക്കാനായിട്ട് പറ്റില്ലല്ലോ, അതാണ്. അപ്പോൾ തൽക്കാലം 10 അഫർമേഷൻസ് ഉണ്ട്, നല്ല നല്ല അഫർമേഷൻസ്. ഇനിയും നിങ്ങൾക്ക് പറ്റിയ രീതിക്കുള്ളതൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ പറയുന്നതായിരിക്കും. PSC അഫർമേഷൻസ് ഞാൻ തരാം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും അടിച്ചു പൊളിച്ച് ജീവിക്കുക. നിങ്ങൾക്ക് ഉള്ളത് വെച്ചിട്ട് നല്ല രീതിക്കൊക്കെ ജീവിക്കുക. എല്ലാവരും നല്ല സന്തോഷമായി സമാധാനത്തോടെ നമ്മൾ തന്നെ നമ്മുടെ ഹാപ്പിനെസ് കണ്ടുപിടിക്കുക. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളെന്താണോ ചെയ്യുന്നത്, നമ്മൾ ഏതൊക്കെ രീതിയിലാണോ ചിന്തിക്കുന്നത്, നമ്മളുടെ പ്രവൃത്തി എങ്ങനെയൊക്കെയാണോ പോകുന്നത്, അതിനനുസരിച്ചായിരിക്കും യൂണിവേഴ്സ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത് മാത്രമേ നമ്മളിൽ നടക്കുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്നതനുസരിച്ചിരിക്കും എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. വേറെ ആരും ഇതിന് ഉത്തരവാദിയല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരാം. അതുവരേക്കും ടാറ്റാ. ബുക്ക് പോയതാണ്.